ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ 9ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ റെഡിയായി കുഞ്ഞാപ്പിനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അമ്പലം, ശ്രീ എലിപ്പുരം മഹാവിഷ്ണു ക്ഷേത്രമാണ്, ഷൊർണൂരാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോവുകയാണ്. അമ്പലത്തിലൊക്കെ വെച്ച് വഴിപാടൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവൻ അവിടുത്തെ വിഗ്രഹത്തിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇപ്പോൾ ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വന്നിട്ടാണ് ഒക്കെ ഉണ്ടാക്കിയത്. ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തിയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഏട്ടൻ അവനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനടക്കം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്, ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഏട്ടന് ചെറിയൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏട്ടൻ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് വാച്ചാണ് കൊടുത്തിട്ട്, ടൈറ്റാൻ്റെ വാച്ചാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഏട്ടൻ അതൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞ് വാച്ചാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും ഞാൻ ഉണ്ടാക്കിയിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോയിട്ട്, അപ്പോൾ ആ ഹോട്ടലിൽ കുട്ടികൾ കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്ക് പോലെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാപ്പ് കുറച്ച് നേരം അതൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അതിലൊക്കെ അപ്പോൾ ഞങ്ങൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല. അപ്പോൾ അവൻ വാശി പിടിച്ച് ഉള്ളിൽ കയറി അവൻ തന്നെ ഇരുന്നിട്ട് അവൻ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അവ ഒറ്റയ്ക്ക് തന്നെ അതിൽ ഇരുന്നിട്ട് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ച്, വാശി പിടിച്ച കാര്യമായിരുന്നു. ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അവൻ അതിൻ്റെ ഹോട്ടലിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിയത്. ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി ആനൻ്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏട്ടൻ കാണിച്ചു കൊടുത്ത ശേഷമാണ് അവൻ കുറച്ചൊന്ന് സമാധാനമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടിട്ട് ആൻ്റെ പ്രതിമ, ഞാൻ അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അവൻ കളിക്കുന്നത്, കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല, അതിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇറങ്ങണം, അതിൽ തൊടണം, അതിൻ്റെ മുകളിൽ കയറണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവന് ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു, അത് ശരിക്കത്തെയാണോ. പിന്നെ ഏട്ടനും ഞാനൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പതുക്കെ തൊട്ട് നോക്കാനുണ്ട. പിന്നെ അതിൻ്റെ ഇതൊക്കെ പോയി. പിന്നെ അതിൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി അവൻ. ഞങ്ങൾ ചോറാണ് ഓർഡർ ചെയ്തത്. കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നാടൻ കോഴി വരട്ടിയത് അതും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാടൻ കോഴി കിട്ടുന്നത് ഞങ്ങൾ കഴിക്കുന്നതിന് അപൂർവമായിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളത് വാങ്ങി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. പഴയ ടേസ്റ്റ് വന്നിട്ടില്ല എന്നാണ് ഏട്ടൻ വന്നത്. നന്നായിട്ടില്ല, നല്ല പഴയ ടേസ്റ്റ്. ഇപ്പോൾ വീട്ടിലൊക്കെ വെക്കുമ്പോൾ സാധാരണ ഒരു പഴയ മോഡൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ടേസ്റ്റ് അല്ല, അത് വേറെ ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ അതിന് മുന്നേ തന്നെ വേറൊരാൾ ജ്യൂസ് വേണം കരഞ്ഞിട്ട് ജ്യൂസ് ഓർഡർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. തണ്ണിമത്തൻ ജ്യൂസാണ് അത് കുടിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനെ തണ്ണിമത്തൻ ജ്യൂസൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഏട്ടൻ അവന് ചോറ് കൊടുത്താൽ മതി, ഞാൻ കൊടുത്തപ്പോൾ വേണ്ടത്രേ. അപ്പോൾ ഏട്ടൻ കൊടുത്തു തുടങ്ങി. പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് കഴിച്ചപ്പോൾ ചോറ് അങ്ങനെ കഴിച്ചില്ല. അവൻ പിന്നെ പായസമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. പായസം അവിടെ കളഞ്ഞ് അവൻ എന്താ കുറച്ചുകൂടുണ്ട്, പായസം കുടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഫുഡൊക്കെ എനിക്ക് ഏട്ടനൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വയറ് ഫുള്ളായിട്ട് ഭക്ഷണങ്ങൾ കഴിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ, താങ്ക് യു.